ക്ലാസ് 7 അടിസ്ഥാന ശാസ്ത്രം വാർഷിക മൂല്യനിർണ്ണയം 2024-25 ഈ വർഷം മാർച്ചിൽ നടന്ന അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ബേസിക് സയൻസിൻ്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1. എൻ്റെ പ്രദേശത്തെ മലിനീകരണ പ്രശ്നങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ചെയ്ത അന്വേഷണ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് മണ്ണ്, ജലം, വായു എന്നീ 3 മേഖലകളുടെ മലിനീകരണത്തെ സംബന്ധിച്ചാണ്. മണ്ണ് മലിനീകരണം, ജലമലിനീകരണം, വായുമലിനീകരണം എന്നീ 3 മേഖലകളിലെ മലിനീകരണത്തെ സംബന്ധിച്ചിട്ടാണ് അതിൽ ആ വിഷയത്തിലെ എൻ്റെ പ്രദേശത്തെ മലിനീകരണ പ്രശ്നങ്ങൾ എന്നുള്ളതിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് ഗൃഹസന്ദർശന സമയത്ത് കുട്ടി ചോദിക്കാവുന്ന ഓരോ ചോദ്യങ്ങൾ എഴുതുക. അപ്പോൾ ഈ പ്രൊജക്റ്റാണ് കുട്ടിക്ക് നടത്തേണ്ടതില്ലേ, മലിനീകരണ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഓരോ വീടുകളിലും നിന്നും ഓരോരുത്തരോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ എഴുതാനാണ്. എന്തും ചോദിക്കല്ലേ, ഇവിടെ മാലിന്യങ്ങൾ നിങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കല്ലേ, അല്ലെ വെള്ളത്തിലൊക്കെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കാറില്ലേ, വെള്ളത്തിൽ ഉപേക്ഷിക്കാറുണ്ടോ, അല്ലെ ഈ മലിനീകരണ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യവും നിങ്ങൾക്ക് ആ വീട്ടുകാരോട് ചോദിക്കാം. അല്ലേ, നിങ്ങൾ എവിടെയാണ് പ്ലാസ്റ്റിക്കും വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാറില്ലേ, വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഒഴിവാക്കാറുണ്ടോ, അല്ലേ, അങ്ങനെ എന്ത് വേണമെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ അതിനൊക്കെ സംരക്ഷിക്കാറില്ലേ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അല്ലേ, അതായത് CFL ലാമ്പുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ മണ്ണിലേക്ക് വലിച്ചെറിയാറുണ്ടോ, ഇതൊക്കെ മണ്ണിലേക്കാണോ നിങ്ങൾ വലിച്ചെറിയാറില്ലേ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മലിനജലം, രാസകീടനാശിനികൾ എന്നിവ എത്തുന്നുണ്ടോ, അല്ലെ ജലങ്ങളിലേക്കല്ലേ പുഴകളിലേക്കൊക്കെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും നിങ്ങൾ വലിച്ചെറിയുന്നുണ്ടോ, അല്ലെ സിമ്പിളായിട്ട് അങ്ങനെ ചോദിച്ചാലും മതി. അല്ലേ, തുറസായ സ്ഥലത്ത് മാലിന്യങ്ങൾ കത്തിക്കുന്നുണ്ടോ, അല്ലെ പ്ലാസ്റ്റിക് കത്തിക്കാറുണ്ടോ, അല്ലെ തുറസായ സ്ഥലത്ത് നിങ്ങളുടെ വീടിന് മുന്നിലാണോ നിങ്ങൾ കത്തിക്കാറ്, അല്ലെ വായുമലിനീകരണമാണ്. അപ്പോൾ അതിനെ 3നെയും സംബന്ധിച്ച് 3 ചോദ്യങ്ങളായില്ലേ. എന്തു നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെ വെള്ളത്തിലേക്കാണോ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്, മണ്ണിലേക്കാണോ, മണ്ണെന്നാണോ കത്തിക്കുന്നത്, അല്ലെ വായുമലിനീകരണമാക്കാറുണ്ടോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുത്ത് വെക്കാറുണ്ടോ, അല്ലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. B ക്വസ്റ്റ്യൻ, മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിന് ഏറ്റെടുക്കേണ്ട 2 പ്രവർത്തനങ്ങൾ എഴുതുക. അല്ലെ മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിന് ഏറ്റെടുക്കേണ്ട 2 പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? 2 പ്രവർത്തനം. 1 ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം, 2 ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം. അതായത് 1 ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം. അല്ലേ, ഉച്ചഭക്ഷണത്തിൻ്റെ മാലിന്യങ്ങൾ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾക്ക് രൂപപ്പെടുത്താം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടൊരു മാർഗ്ഗം കണ്ടെത്താം. അതുപോലെ ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം. അല്ലേ, ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു ഗാർഡൻ്റെ ജൈവ മാലിന്യങ്ങൾ, ആ ജൈവ മാലിന്യങ്ങളെല്ലാം മണ്ണിൽ വിഘടിക്കുന്ന നിങ്ങൾ ഫുഡ് വേസ്റ്റൊക്കെ വെച്ചിട്ട് ഒരു ഗാർഡൻ്റെ ഒരു ഉദ്യാനം നിർമ്മിക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അല്ലെ അതിന് പകരം എന്തെങ്കിലും ഒരു മാർഗ്ഗം, അല്ലേ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അല്ലേ, നിങ്ങളുടെ വിദ്യാലയം ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. അല്ലേ, ഹരിത വിദ്യാലയം നല്ല ക്ലീൻ ആക്കണേ എന്തൊക്കെ ചെയ്യണം. അല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം. C ക്വസ്റ്റ്യൻ, ഹരിത കർമ്മസേന നിർവഹിക്കുന്ന 2 സേവനങ്ങൾ എഴുതുക. നമ്മൾ പ്ലാസ്റ്റിക് പെറുക്കാൻ വരുന്ന ചേച്ചിമാരില്ലേ, ഹരിത കർമ്മസേനാംഗങ്ങളില്ലേ, അവർ നിർവഹിക്കുന്ന സേനകൾ എന്തൊക്കെയാണ് സേവനങ്ങൾ? അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. അല്ലേ, അജൈവ മാലിന്യങ്ങൾ ജൈവമല്ലാത്തതില്ലേ, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അല്ലേ, അതുപോലെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നിശ്ചിത ഇടവേളകളിൽ വൃത്തിയാക്കിയ അജൈവ മാലിന്യം തരംതിരിച്ച് ശേഖരിക്കും. ഈ അജൈവ മാലിന്യങ്ങൾ, ഈ പ്ലാസ്റ്റിക്കുകൾ തന്നെ പല തരത്തിലുണ്ടല്ലേ, എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും പല സ്ഥലത്തുനിന്ന് ശേഖരിക്കുന്നതുണ്ടല്ലേ. അപ്പോൾ അത് അവർ തരം തിരിച്ചിട്ടാണ് ശേഖരിക്കുക. അല്ലേ, വേർതിരിച്ചിട്ട് ശേഖരിക്കും. അതുപോലെ പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കല്ലേ, അവർ ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ജനറലായിട്ട് എന്തും ഇതിന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, അല്ലെ പ്രവർത്തനം 2. ഒരു കുട്ടി ചെയ്ത പരീക്ഷണത്തിൻ്റെ ഫലം രേഖപ്പെടുത്തിയ പട്ടിക പരിശോധിക്കുക. ക്ലാസ് 1ഉം ക്ലാസ് 2. ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ അത് ജലത്തിൽ ലയിച്ചു ചേരുന്നു. ക്ലാസ് 2 ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്നു. അപ്പോൾ ഒരു പരീക്ഷണം, ഒരു കുട്ടി ചെയ്ത പരീക്ഷണമാണ് 2 ക്ലാസ്സിലുള്ളത്. അല്ലേ, അപ്പോൾ ക്വസ്റ്റ്യനെ ഏത് ക്ലാസ്സിലെ തേനിനാണ് ഗുണനിലവാരമുള്ളത്, നിങ്ങളുടെ അഭിപ്രായത്തെ സമർത്ഥിക്കുക. അല്ലേ, ക്ലാസ് 2 അല്ലെ 2ാമത്തെ ക്ലാസ്സിലെ തേനിനാണ് ഗുണനിലവാരം കൂടുതലുള്ളത്. അതായത് ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ അടിത്തട്ടിൽ അടിഞ്ഞുകൂടില്ല, അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്ന തേനാണ് നല്ല തേന്. തേൻ ചേർത്ത ജലത്തിന് രുചി വ്യത്യാസമില്ല. അല്ലേ, കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിച്ചപ്പോൾ നന്നായി കത്തുകയുണ്ടായി. അപ്പോൾ ഇതാണ് നല്ല ഒറിജിനൽ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള തേന്. അല്ലേ, ഗുണനിലവാരമുള്ള തേന്. നിങ്ങളുടെ അഭിപ്രായത്തെ സമർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, 2ാമത്തെ ക്ലാസ്സിൽ നിന്ന് എഴുതിയാൽ പോരാ. അപ്പോൾ ഇതിലുള്ളത് തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടൊന്ന് സമർത്ഥിച്ചാൽ മതി. അല്ലേ, അതായത് ശുദ്ധമായ തേന് വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല. അതായത് അടിത്തട്ടിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കും, വെള്ളത്തിൽ അലിയാതെ 2 സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക. അല്ലെ, വെള്ളവും തേനും വേറെ ആയിട്ട് നിൽക്കും. അല്ലേ, ശുദ്ധമായ തേന് എന്താണ് ശുദ്ധമായ തേന് വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല. അല്ലേ, ശുദ്ധമായ തേനിൽ മുക്കിയ തുണി കത്തിക്കുമ്പോൾ പൊട്ടിത്തെറി ശബ്ദം ഉണ്ടാവില്ല. അല്ലെ, നന്നായി കത്തും. അല്ലേ, അതുപോലെ ജലത്തിൽ ഒഴിച്ചാൽ അടിത്തട്ടിൽ അടിയുന്നു. അല്ലേ, ഇതിൽ തന്ന തേനിൻ്റെ പ്രത്യേകതകൾ തന്നെ ഒന്ന് വിശദീകരിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം സമർത്ഥിച്ചാൽ മതി.
ഇതിൽ ബി ക്വസ്റ്റ്യൻ, മഞ്ഞപ്പൊടിയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. നമ്മുടെ മഞ്ഞപ്പൊടി അതിൽ മായം ചേർത്തിട്ടുണ്ടോ നമ്മളെങ്ങനെ തിരിച്ചറിയും? ഒരു ഗ്ലാസ് ഡബ്ബറിൽ കുറച്ച് ജലം എടുക്കുക, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലൊരു നുള്ളി മഞ്ഞപ്പൊടി വിതറുക, അതിലേക്കൊരു നുള്ളി മഞ്ഞപ്പൊടി എടുക്കുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആ കൃത്രിമ നിറം താഴേക്ക് പടരും അത് ഗ്ലാസ്സിൽ മഞ്ഞ കളറായിട്ട് താഴേക്ക് ഫുള്ള് പടരും ഇല്ലെങ്കിലോ അങ്ങനെ നിറം ചേർത്തിട്ടില്ലെങ്കിൽ കൃത്രിമം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിറം ഇളകാതെ മഞ്ഞപ്പൊടി താഴേക്ക് അടിയും ആ നിറം ഇളകാതെ മഞ്ഞപ്പൊടി താഴെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാം. നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടാൽ ആ മഞ്ഞപ്പൊടി എന്താണ്? നല്ല ഒറിജിനലില്ലേ, കൃത്രിമം ഒന്നും ചേർക്കാത്ത മഞ്ഞപ്പൊടിയാണെങ്കിൽ താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടില്ലേ, ഫുള്ള് മഞ്ഞ കളറാവില്ല കളർ ചേർക്കുമ്പോഴാണ് ഫുള്ള് മഞ്ഞ കളറാവുക, അല്ലെങ്കിൽ ആ മഞ്ഞപ്പൊടി താഴേക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണ് ചെയ്യുക സി ക്വസ്റ്റ്യൻ, ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളത് ചേർക്കുന്നതും മായം ചേർക്കലാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ മായം ചേർക്കലിൽ ഉൾപ്പെടുന്നുവെന്ന് എഴുതുക നമ്മുടെ ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളത് ചേർക്കുന്നതും മായം ചേർക്കലാണ്. അതുപോലെ മായം ചേർക്കലിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞത്? ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ കലർത്തുക അത് ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ കലർത്തുന്നതും മായം ചേർക്കലാണ്. അതുപോലെ ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുക, അതായത് നമ്മുടെ മുളക് പൊടിയിലൊക്കെ ഇഷ്ടിക പൊടിച്ച് ചേർക്കുക ആ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടില്ലേ, അതൊക്കെ മായം ചേർക്കലാണ് ഗുണനിലവാരമുണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിറങ്ങൾ ചേർക്കുക അതെല്ലാം മായം ചേർക്കലാണ്. നെക്സ്റ്റ് പ്രവർത്തനം 3 പട്ടിക പരിശോധിക്കുക. വസ്തു, ആസിഡിലെ നിറം, ആൽക്കലിയിലെ നിറം. ക്വസ്റ്റ്യനെ മുകളിൽ കൊടുത്തിരിക്കുന്ന ABCD എന്നിവ സൂചകങ്ങളായി ഉപയോഗിക്കുന്നു. അവ ഏതെന്ന് പട്ടിക പരിശോധിച്ച് എഴുതുക. ഏതെന്നാണ് സൂചകങ്ങളായിട്ടില്ല, ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ആസിഡിലെ നിറം ഇളം പിങ്കാണ് ആൽക്കലിയിൽ അത് ഇളം മഞ്ഞ കളറാവുന്നുണ്ട്. അപ്പോൾ അതേതാണ് ഇൻഡിക്കേറ്റർ? അപ്പോൾ ഇത് ഏത് സൂചകമാണ് ഇൻഡിക്കേറ്റർ നമ്മൾ നിറം മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇതേതാണ്? മീഥൈൽ ഓറഞ്ച് ആണല്ലേ. ആസിഡിൽ ഇളം പിങ്ക് കളറുള്ളതും ആൽക്കലിയിൽ ഇളം മഞ്ഞ കളറുള്ളതും ഏതാണ്? മീഥൈൽ ഓറഞ്ച് ആണ്. ഇനി ആസിഡിൽ നിറമില്ലാത്തതും ആൽക്കലിയിൽ നിറം പിങ്ക് ഉള്ളതും അതേതാണ്? ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ എന്താണ്? ആസിഡിലെ നിറമില്ല ആസിഡിൽ നിറമില്ലാത്തതാണ് ഫിനോഫ്തലിൻ. ഇനി എന്താണ്? സി നീല ലിറ്റ്മസ് ആണ്. ആസിഡിൻ്റെ നിറം ചുവപ്പ് ആൽക്കലിയിലെ നിറം നീല കളറിലെ ആസിഡ് ചുവപ്പ് കളറിൽ നീല ലിറ്റ്മസ് ആണ്. അതുപോലെ ചുവന്ന ലിറ്റ്മസ് എന്താണ്? ആസിഡിൽ ചുവപ്പ് കളറാണ് ഉണ്ടാവുക. ഈ നീല ലിറ്റ്മസും ചുവന്ന ലിറ്റ്മസും നീല ലിറ്റ്മസ് ചുവപ്പ്, ആസിഡിലെ നിറം ചുവപ്പ്, ആൽക്കലിയിലെ നിറം നീല രണ്ടും ചുവപ്പും നീലയാണ്. അതായത് നീല ലിറ്റ്മസും ചുവന്ന ലിറ്റ്മസും രണ്ടും ആസിഡിലെ നിറം ചുവപ്പും ആൽക്കലിയിലെ നിറം നീലയും. ബി 2 പ്രകൃതിദത്ത സൂചകങ്ങളുടെ പേരും അവക്ക് ആസിഡിലും ആൽക്കലിയിലും ഉണ്ടാകുന്ന നിറം മാറ്റവും എഴുതുക. 2 പ്രകൃതിദത്തമായിട്ടുള്ള സൂചകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇത് ലബോറട്ടറി സൂചകങ്ങളാണ് അല്ലേ, ലാബിൽ ഉണ്ടാക്കുന്ന സൂചകങ്ങൾ ലബോറട്ടറി സൂചകങ്ങളാണ്. ഇനി പ്രകൃതിദത്തമായിട്ട് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന എങ്ങനെ നിറം മാറ്റാൻ സഹായിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം മഞ്ഞളും മഞ്ഞപ്പൊടി അതുപോലെ ചെമ്പരത്തിയൊക്കെ അല്ലേ. മഞ്ഞപ്പൊടി മഞ്ഞ കളറാക്ക്, ചെമ്പരത്തി ചുവപ്പ് കളറില്ല. അതൊക്കെ കളർ നൽകാൻ വേണ്ടിയിട്ടുള്ള സൂചകങ്ങളില്ലേ പ്രകൃതിദത്തമായിട്ടുള്ളത്. അത് രണ്ടും ഇതാ. മഞ്ഞൾ എന്താണ്? ആസിഡിൽ മഞ്ഞ കളറാണ് ഉണ്ടാവുക അല്ലേ, ആൽക്കലിയിൽ ചുവപ്പും. അതുപോലെ ചെമ്പരത്തി കടലാസ് ആസിഡിൽ ചുവപ്പും ആൽക്കലിയിൽ നിറമാറ്റമില്ല. അതായത് ആസിഡിൽ അതിൻ്റെ ഒറിജിനൽ കളറല്ലേ. മഞ്ഞപ്പൊടിയുടെ കളർ ഏതാണ്? മഞ്ഞയാണ്, അപ്പോൾ ആസിഡിൽ മഞ്ഞ. ചെമ്പരത്തിൻ്റെത് ഒറിജിനൽ കളർ ഏതാണ്? റെഡ് കളർ, ചുവപ്പാണ് അല്ലേ, അപ്പോൾ ആസിഡിൽ ചുവപ്പ് അല്ലേ. ഇനി എന്നാൽ ആൽക്കലിയിൽ നേരെ ഓപ്പോസിറ്റ് ഇല്ലേ, ചുവപ്പും. അതുപോലെ ചെമ്പരത്തി കടലാസിന് ആൽക്കലിയിൽ നിറമാറ്റമില്ല. സി തൈരിൽ കാണുന്ന ബാക്ടീരിയ ഏത്? തൈരിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് ആണ് തൈരിൽ കാണുന്നത്. ലാക്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്കിലെ പാല്, ലാക്ടജൻ, ലാക്ടോ അതേപ്പോൾ മിൽക്കനല്ല തൈര് തൈരിൽ കാണുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. ബേസിലസ് എന്നാണ് ബാക്ടീരിയക്ക് പറയില്ലേ, ബേസിലസ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പ് നൽകിയ സന്ദേശമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വൃത്തിയുള്ളതും ശുചിത്വവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. ആഹാരം വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുൻപ് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. അപ്പോൾ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ക്വസ്റ്റ്യൻ എ, ശുചിത്വവുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധ്യതയുള്ള മറ്റ് ഏതെങ്കിലും 4 നിർദ്ദേശങ്ങൾ എഴുതുക. അല്ലെ, ശുചിത്വവുമായിട്ട് നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ എഴുതാം അല്ലേ? പാചകം ചെയ്തതിന് ശേഷം ഭക്ഷണങ്ങൾ അടച്ചു വെക്കുക അല്ലെ, ആഹാരം അടച്ചു വെക്കാനില്ലേ, തുറന്നിടരുത് അല്ലേ. അതുപോലെ ശുദ്ധമായ ജലമായിരിക്കണം പാചകത്തിന് ഉപയോഗിക്കേണ്ടത് അല്ലെ. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു സൂക്ഷിക്കണം. പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയ കഴുകിയാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. ശുചിത്വവുമായി ബന്ധപ്പെട്ട ഏതും നിങ്ങൾക്ക് എഴുതാം അല്ലേ. ശുചിത്വം, വൃത്തിയുള്ളവർ അല്ലേ, അതാണ് പഴം പച്ചക്കറിയൊക്കെ കഴുകിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഭക്ഷ്യവസ്തുക്കൾ അടച്ചു വെക്കണം, തുറന്നു വെക്കരുത്, ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കുക, അതൊക്കെ ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതിലേതും നിങ്ങൾക്ക് എഴുതാം. ബി ക്വസ്റ്റ്യൻ, പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശാസ്ത്രീയ രീതിയുടെ പേരെന്ത്? വിശദീകരിക്കുക. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശാസ്ത്രീയ രീതി അതാണ് പാസ്ചറൈസേഷൻ
ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഇപ്പം ചില സ്കൂളുകളിലെ ഈ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും നടക്കാത്തല്ലേ, എക്സാം കഴിയാത്ത സ്കൂളുകളുണ്ട്, അവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലേ. ഇതേ മോഡലായിരിക്കും ഏകദേശമൊക്കെ ഉണ്ടാവുക, എന്നാലും എല്ലാം ഇതുപോലെ ആയിരിക്കില്ല. അപ്പോൾ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ നോക്കുക. അപ്പോൾ പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശാസ്ത്രീയ രീതി അതാണ് പാസ്ചറൈസേഷൻ അല്ലേ. അത് വിശദീകരിക്കാനുണ്ട് അല്ലേ. പാസ്ചറൈസേഷൻ എന്താണ്? പാല് 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ ചൂടാക്കി 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. നമ്മൾ വാങ്ങുന്ന പാക്കറ്റ് പാലൊക്കെ ഇങ്ങനെ കേടുകൂടാതിരിക്കാൻ പാസ്ചറൈസേഷൻ വഴിയാണ് അത് സൂക്ഷിക്കുന്നത്. അതായത് 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ ചൂടാക്കും, നല്ലോണം ചൂടാക്കും, തിളപ്പിക്കില്ല. 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കും, എന്നിട്ട് പെട്ടെന്ന് 10 ഡിഗ്രിയിലേക്ക് കുറയ്ക്കും അല്ലേ. അതായത് തണുപ്പിക്കും അല്ലേ. ആ ചൂടിനെ കുറപ്പിക്കുന്ന ആ രീതിയാണ് പാസ്ചറൈസേഷൻ. 70 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ചിട്ട് അതിനെ തണുപ്പിക്കുക അല്ലേ. 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാറിന് അതിനെ തണുപ്പിക്കുക അല്ലേ. ആ രീതിക്കാണ് പാസ്ചറൈസേഷൻ അല്ലേ. പാല് കേടുകൂടാതെ നമ്മുടെ പാക്കറ്റ് പാൽ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? പാസ്ചറൈസേഷൻ വഴിയാണ്. സി ക്വസ്റ്റ്യൻ, മത്സ്യം കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ദീർഘനേരം അലിഞ്ഞു പോകാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏത്? നമ്മുടെ മീൻ കേടുകൂടാതെ സൂക്ഷിക്കാനില്ലേ, അതിലുള്ള ഐസ് അലിഞ്ഞു പോവാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു അമോണിയം ക്ലോറൈഡ് ആണ് അല്ലേ. ഇതേപോലെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ, ഈ അമോണിയം ക്ലോറൈഡായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ ഡിസ്കസ് ചെയ്ത മോഡൽ പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അല്ലേ. ഇനിയും എക്സാം കഴിയാത്ത കുട്ടികൾക്കല്ലേ ഇത് ഉപകാരപ്പെടട്ടെ എന്നും നിങ്ങളുടെ എക്സാം എളുപ്പമാവട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം അല്ലേ. പ്രവർത്തനം 5. മനുഷ്യരിലെ വ്യത്യസ്ത ഇനം പല്ലുകളാണ് ഉളിപ്പല്ല്, കൊമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ക്വസ്റ്റ്യനെ, ഇതിൽ സസ്യഭോജികൾക്ക് ആവശ്യമില്ലാത്തത് ഏതാണ്? അല്ലെ, സസ്യഭോജികൾക്ക് എന്താണ്? കൊമ്പല്ല് ആവശ്യമില്ല അല്ലെ. കൊമ്പല്ല് എന്തിനുള്ളതാണ്? നമ്മൾ അല്ലേ നല്ല മാംസമൊക്കെ കടിച്ച് പറിച്ച് തിന്നാനുള്ളതാണല്ലേ നീണ്ട പല്ല്, ആ കൊമ്പല്ല് എന്ന് പറയുന്നത് അല്ലേ. സസ്യം കഴിക്കുന്നവർക്ക് ആ പല്ലിൻ്റെ ആവശ്യമില്ല അല്ലെ. നല്ല ചവച്ചരക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ല കടിച്ച് മുറിക്കേണ്ട ആവശ്യമില്ല. ബി ക്വസ്റ്റ്യൻ, ആഹാരത്തിന് ആമാശയത്തിൽ വെച്ച് നടക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? നമ്മുടെ ഫുഡിനില്ല, ആഹാരത്തിന് ആമാശയത്തിൽ വെച്ച് എന്തൊക്കെ ദഹന പ്രക്രിയ അല്ലെ, എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത് അല്ലേ. അത് നമ്മുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ആഹാരം ആമാശയത്തിൽ എന്താണ് 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ തങ്ങി നിൽക്കും അല്ലേ. 4 മണിക്കൂർ ദഹിക്കാതെ അവിടെ തന്നെ കിടക്കും അല്ലേ, തങ്ങി നിൽക്കും. ആമാശയ ഭിത്തിയുടെ ചലനം മൂലം ആഹാരം കുയമ്പ് രൂപത്തിലാകുന്നു. ആ ചലനം മൂലം അല്ലേ, അതായത് നമ്മളൊരു ജ്യൂസ് മെഷീനിൽ ഇട്ട മാതിരി അല്ലേ. ആഹാരം ഫസ്റ്റ് എന്താണ്, അത് ദഹിക്കാതെ 5 മണിക്കൂർ അവിടെ അങ്ങനെ തങ്ങി നിൽക്കും. പിന്നെന്താണ്, അത് ചലനം ഉണ്ടാകുമ്പോൾ അല്ലേ, അത് അടിക്കാൻ തുടങ്ങുമ്പോൾ ആഹാരം കുയമ്പ് രൂപത്തിലാകുന്നു അല്ലെ. ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു അല്ലെ. അതിലുള്ള ആമാശയ രസമാണ് ആ ദഹന പ്രക്രിയ നടക്കുന്നത് അല്ലേ, ദഹനത്തെ സുഗമമാക്കുന്നു. ദെൻ മാംസത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനും രോഗാണുക്കളെ നശിപ്പിക്കാനും ആമാശയം ഉൽപ്പാദിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നു. മാംസത്തിൻ്റെ ദഹനത്തിന് അല്ലേ, വെജിറ്റബിൾ അല്ലെ, മാംസത്തിൻ്റെ ഒക്കെ ദഹനം നടക്കാൻ എന്താണ് ഭയങ്കര പണിയാണല്ലേ, പെട്ടെന്ന് നടക്കില്ലല്ലേ, കുറേ സമയം ആമാശയത്തിൽ തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ അതിനെ സഹായിക്കാനും രോഗാണുക്കളെ നശിപ്പിക്കാനും ആമാശയം ഉൽപ്പാദിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. മാംസത്തെ ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ആമാശയത്തിലെ ഏത് ആസിഡാണല്ലേ, ഏതാണ്? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അല്ലേ. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl അല്ലേ, അതാണ് രോഗാണുക്കളെ നശിപ്പിക്കാനും ദഹനത്തെ, മാംസത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നത്. ഈ സി ക്വസ്റ്റ്യൻ, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലരുന്ന ദഹനരസങ്ങൾ ഏവ? ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹന ഗ്രന്ഥികൾ ഏവ? ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് ഭാഗികമായി ദഹിച്ചൽ, അതായത് പൂർണ്ണമായും ദഹിക്കാത്ത ആഹാരം കലരുന്ന ദഹനരസങ്ങൾ ഏവ? അത് കലരുന്ന ദഹനരസങ്ങളും അതുപോലെ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനഗ്രന്ഥികൾ. അപ്പോൾ നമ്മുടെ കരളിലെ ദഹനഗ്രന്ഥിയായ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസം അല്ലേ, ദഹനരസം ഏതാണ്? പിത്തരസമാണ്. അഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് അഗ്നേയരസമാണ്. അപ്പോൾ ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? കരളും അഗ്നേയഗ്രന്ഥിയിലെ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസം അല്ലെ. അഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രസം ഏതാണ്? അഗ്നേയരസം അല്ലെ. അഗ്നേയഗ്രന്ഥി അഗ്നേയരസം, കരൾ പിത്തരസം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രവർത്തനം 6. ഒരു കുട്ടിയുടെ സ്റ്റീൽ ചോറ്റുപാത്രം മുറുകിയടഞ്ഞുപോയി. ടീച്ചറിൻ്റെ സഹായത്തോടെ പാത്രത്തിൻ്റെ അടുപ്പ് ചൂടാക്കി തുറന്നു. ക്വസ്റ്റ്യനെ, ഖരവസ്തുക്കളിലെ താപവുമായി ബന്ധപ്പെട്ട ഏത് പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത്? ഏത് പ്രക്രിയയാണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു അല്ലെ, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു എന്നുള്ള ഖരവസ്തുവിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത് അല്ലേ. താപം ലഭിക്കുമ്പോൾ ഈ ഖരവസ്തു എന്താണ്, വികസിച്ചത് കൊണ്ടാണ് പാത്രം തുറക്കാൻ കഴിഞ്ഞത് അല്ലേ, ചൂടാക്കുകയാണ് ചെയ്തത്. അതായത് താപം ലഭിച്ചു അല്ലേ. അപ്പോൾ താപം ലഭിച്ചപ്പോൾ എന്താണ് ആ ഖരവസ്തു അല്ലേ, ടിഫിൻ ബോക്സിൽ എന്തേ ഫുഡ് ആയിരിക്കും അല്ലേ. എല്ലാ വസ്തുക്കളും ഗരം പോലുള്ള ഉറപ്പുള്ള അങ്ങനത്തെ വസ്തുക്കൾക്കാണ് ഗരം എന്ന് പറയുന്നത്. ദ്രാവകം വെള്ളം പോലുള്ളത് അല്ലേ, വാതകം വായു പോലുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഖരവസ്തു ആണല്ലേ ഈ ചോറ്റുപാത്രത്തിലുള്ളത് അല്ലേ. അതിന് താപം ലഭിക്കുമ്പോൾ എന്താണ്, അത് വികസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏതായിക്കോട്ടെ, ദ്രാവകമായാലും വാതകമായാലും താപം ലഭിക്കുമ്പോൾ എന്താണ്, വികസിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് ഖരവസ്തുവാണ്. അപ്പോൾ അത് താപം ലഭിക്കുമ്പോൾ എന്താണ്, വികസിക്കുക അല്ലേ, വലുതാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് ചോറ്റുപാത്രം തുറക്കാൻ കഴിഞ്ഞു അല്ലേ. അത് തണുപ്പിക്കുകയാണെങ്കിലും അത് സങ്കോചിക്കുകയാണ് ചെയ്യുക അല്ലേ, ഐസ് കട്ടയാവും. തണുപ്പിക്കാൻ നമ്മൾ ഫ്രീസറിൽ വെക്കുക, തണുക്കുമ്പോൾ എന്താണ്, അത് കട്ടയാവും അല്ലേ, ഐസ് കട്ടയാവും, അതായത് സങ്കോചിക്കുന്നു. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ താപവുമായി ബന്ധപ്പെട്ട് ചോറ്റുപാത്രത്തിൽ സംഭവിച്ചതുപോലുള്ള ഓരോ സന്ദർഭം എഴുതുക.
അല്ലേ? ഇതുപോലെ നമ്മൾ ചോറ്റുപാത്രത്തിൻ്റെ ഖരത്തിൻ്റെ അവസ്ഥ പറഞ്ഞു അല്ലേ? അതുപോലെ വേറെ 2 സന്ദർഭം ഏതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള ഒരു സന്ദർഭം ഏതാണ് നമുക്ക് എഴുതാം അല്ലേ? മെർക്കുറി എന്താണ്? ഒരു ദ്രാവകമാണ് അല്ലേ? ഖരം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള വസ്തുക്കൾ അല്ലേ? ദ്രാവകം എന്ന് പറയുമ്പോൾ വെള്ളം പോലുള്ളത്, മെർക്കുറി പോലുള്ളത് അല്ലേ? വാതകം പറഞ്ഞാൽ വായു പോലെ, ഗ്യാസ് അല്ലേ? അപ്പം ദ്രാവകത്തിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഏത് ദ്രാവകം എടുക്കാം? മെർക്കുറി എന്ന ദ്രാവകം അല്ലേ? മെർക്കുറി എന്ന ദ്രാവകം വികസിക്കുന്നതാണ് തെർമോമീറ്റർ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? തെർമോമീറ്ററിൽ എന്താണ് നടക്കുന്നത്? തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ നോക്കാറുണ്ടല്ലേ നമ്മൾ, ചൂട് നോക്കുന്നത്. അതിലെന്താണ്? മെർക്കുറി എന്ന ദ്രാവകം വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്താം? കരക്കാറ്റും കടൽക്കാറ്റും വാതകങ്ങളുടെ താപീയ വികാസമാണ് അല്ലേ? കരക്കാറ്റ്, കടൽക്കാറ്റ് അല്ലേ? കാറ്റ് അല്ലേ? ഗ്യാസ് എല്ലാം വാതകങ്ങളാണ് അല്ലേ? അപ്പോൾ ആ കാറ്റുകളൊക്കെ എന്താണ്? വാതകങ്ങളുടെ താപീയ വികാസമാണ്. താപത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗവുമായിട്ട് ദ്രാവകത്തിൻ്റെയും വാതകത്തിൻ്റെയും സന്ദർഭം ഏതാനാണ്. അപ്പോൾ വാതകത്തിൻ്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് കരക്കാറ്റും കടൽക്കാറ്റും വാതകങ്ങളുടെ താപീയ വികാസമാണ്. ഈ സി ക്വസ്റ്റ്യൻ പാത്രം മുഴുവനായി ചൂടാക്കാതെ അടപ്പ് മാത്രം ചൂടാക്കിയതിൻ്റെ കാരണമെന്ത്? പാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കുമ്പോൾ അതുമാത്രം വികസിക്കുകയും പെട്ടെന്ന് തുറക്കാനും കഴിയുന്നു അല്ലേ? മൊത്തം ചൂടാക്കേണ്ട ആവശ്യമുണ്ട്, അടപ്പാണ് നമുക്ക് തുറക്കേണ്ടതില്ല. അപ്പോൾ അത് മാത്രം ചൂടാക്കുമ്പോൾ അത് വികസിക്കുകയും പെട്ടെന്ന് തുറക്കാനും കഴിയുന്നു. എന്നാൽ പാത്രം മൊത്തത്തിൽ ചൂടാക്കിയാൽ അടപ്പിനൊപ്പം പാത്രവും വികസിക്കുകയും തുറക്കാൻ കഴിയാതെ വരികയും ചെയ്യും അല്ലേ? നമ്മൾ മൊത്തം ചൂടാക്കുമ്പം എല്ലാ ഭാഗവും വികസിക്കില്ല, അപ്പോൾ തുറക്കാൻ കഴിയില്ല. മൂടി മാത്രം വികസിച്ചാൽ എല്ലാ പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് ആ മൂടി പോരുകയുള്ളൂ. മൂടി മാത്രം ചൂടാക്കുക അല്ലേ? അല്ലേ? ഇതിൻ്റെ കാരണം എന്താണ്? ഖരപദാർത്ഥങ്ങളിലെ താപീയ വികാസമാണ് ഇതിന് കാരണം അല്ലേ? ഖരപദാർത്ഥങ്ങളിലെ താപീയ വികാസമാണ് ചോറ്റുപാത്രത്തിൻ്റെ കേസിൽ, അതായത് ഖരവസ്തുക്കളുടെ കേസിൽ അതിൻ്റെ താപീയ വികാസം അല്ലേ? ദ്രാവക വസ്തുക്കളുടെ കേസിൽ ദ്രാവകത്തിൻ്റെ താപീയ വികാസം അല്ലേ? വാതകത്തിൻ്റെ കേസിൽ വാതകത്തിൻ്റെ താപീയ വികാസം അല്ലേ? ഓക്കെ, ഇതിലുള്ള നെക്സ്റ്റ് ആക്ടിവിറ്റി അല്ലേ? ആക്ടിവിറ്റി 7 പ്രവർത്തനം A. ക്വസ്റ്റ്യനെ ചിത്രങ്ങൾ പരിശോധിച്ചല്ലോ, വിസർജനവുമായി ബന്ധപ്പെട്ട് ഈ അവയവങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം ഏത്? പട്ടിക പൂർത്തിയാക്കുക അല്ലെ? വിസർജനാവയവങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അവയവത്തിൻ്റെ പേരുണ്ട്, വിസർജനവുമായി ബന്ധപ്പെട്ട ധർമ്മം എന്താണെന്ന് എഴുതേണ്ടത്. വിസർജനവുമായിട്ട് ബന്ധപ്പെട്ട ധർമ്മമാണ് എഴുതേണ്ടത്. അപ്പോൾ വൃക്ക എന്തിനുള്ളതാണ് അല്ലേ? മൂത്രമാണ് അതിൻ്റെ ധർമ്മം അല്ലേ? വൃക്ക അല്ലേ? വിയർപ്പ് എന്ന് പറയുന്നതിൻ്റെ അവയവം ഏതാണ്? നമ്മുടെ ത്വക്കിലല്ലേ? ത്വക്കെന്നല്ലേ വിയർപ്പ് ഉണ്ടാവൽ അല്ലേ? അവയവത്തിൻ്റെ പേര് ത്വക്ക് അല്ലേ? അതിൻ്റെ ബന്ധപ്പെട്ട ധർമ്മം വിയർപ്പ്. ശ്വാസകോശം നെക്സ്റ്റ് അല്ലേ? അതിൻ്റെ വിസർജനവുമായി ബന്ധപ്പെട്ട ധർമ്മം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശ്വാസകോശം പുറപ്പെടുവിക്കുന്നത്. അതുപോലെ കരളുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? യൂറിയ അല്ലേ? യൂറിയ ആണ് വിസർജനവുമായി ബന്ധപ്പെട്ട ധർമ്മം. അപ്പോൾ വൃക്കയുടേത് മൂത്രം, ത്വക്കിൻ്റെതാണ് വിയർപ്പ്, ശ്വാസകോശത്തിൻ്റെത് കാർബൺ ഡൈ ഓക്സൈഡ്, കരളിൻ്റെത് യൂറിയ. ഓരോ ചിത്രങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക അല്ലേ? ഓരോ ചിത്രങ്ങളും അടയാളപ്പെടുത്താനും എന്താണെന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഇതെന്താണ്? വൃക്കയാണ്. ഇതെന്താണ്? ത്വക്കാണല്ലേ? അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതെന്താണ്? നെക്സ്റ്റ് എന്താണ്? ഇത് ശ്വാസകോശമാണ്, ഇത് കരളാണ് അല്ലേ? ഇതെല്ലാം വിസർജനവുമായി ബന്ധപ്പെട്ട ധർമ്മങ്ങളും അല്ലേ? അപ്പോൾ ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതാണ് വൃക്ക അല്ലേ? ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെ? ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറക്കുക അല്ലെ? ഉപ്പൊക്കെ അധികമായി നമ്മുടെ വൃക്കക്ക് തകരാറാവും എന്ന് പറയാറുണ്ടല്ലേ? അപ്പോൾ ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറക്കുക അല്ലേ? പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക അല്ലേ? പുകവലി, മദ്യപാനം എല്ലാത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാം അല്ലേ? നമ്മുടെ ശ്വാസകോശത്തിൻ്റെതായാലും ഇല്ല, അതെല്ലാം കേടുവരും. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് പുകവലിയും മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്സിനെയും സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലേ? അതുപോലെ കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം കുറക്കുക അല്ലെ? കൃത്രിമ പാനീയങ്ങളിലെ കുപ്പിയിലുള്ള പാനീയങ്ങളുടെ അമിത ഉപയോഗം കുറക്കുക. അടുത്തത്, ഒരു ദിവസം ഏകദേശം 12 ഗ്ലാസ് വെള്ളം കുടിക്കുക അല്ലെ? അതൊക്കെയാണ് നമുക്ക് വൃക്കനെ സംരക്ഷിക്കാൻ, വൃക്കൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാവുന്നത്. അപ്പോൾ എല്ലാം ശ്വാസകോശത്തിൻ്റെ ചോദിച്ചാലും എല്ലാത്തിൻ്റെ ചോദിച്ചാലും നമുക്ക് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ പുകവലി, മദ്യപാനം, അമിത ഉപ്പ്, ജങ്ക് ഫുഡ്സ്, അതൊക്കെ നമുക്ക് എല്ലാത്തിൻ്റെ ആരോഗ്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. സി ക്വസ്റ്റ്യൻ, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് ഏതു അവയവ വ്യവസ്ഥയാണ്? ഏത് അവയവ വ്യവസ്ഥയാണ്? നാഡീ വ്യവസ്ഥയാണ് ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം നാഡീ വ്യവസ്ഥ നാഡികളാണ് ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രവർത്തനം 8. ക്വസ്റ്റ്യനെ, സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ഭാഗം ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ ഏതായിരിക്കും ദൃശ്യമാകുന്നത്? ആ ദിവസം സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ഭാഗം ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ ഏതായിരിക്കും ദൃശ്യമാകുന്നത്? അപ്പോൾ ചന്ദ്രൻ്റെ പകുതി ഭാഗം, അതായത് അർദ്ധചന്ദ്രൻ അല്ലേ? ആ ദിവസം സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും അല്ലെ? അർദ്ധചന്ദ്രൻ അല്ലേ? പകുതി ചന്ദ്രൻ എന്ന് പറയുമ്പോൾ. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, ചന്ദ്രൻ്റെ വൃദ്ധിക്കും ക്ഷയത്തിനും കാരണമെന്ത്? ചന്ദ്രൻ്റെ പരിക്രമണത്തിൻ്റെ ഫലമായി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസം മൂലമാണ് വൃദ്ധിക്ഷയമുണ്ടാകുന്നത്. വൃദ്ധിക്ഷയത്തിന് കാരണം എന്താണ്? ചന്ദ്രൻ്റെ അല്ലേ? ചന്ദ്രൻ്റെ പരിക്രമണം, ചന്ദ്രൻ എന്താണ്? പരിക്രമണം ഉണ്ടല്ലേ? ആ പരിക്രമണത്തിൻ്റെ ഫലമായി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസം മൂലമാണ് വൃദ്ധക്ഷയം ഉണ്ടാകുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്നും കാണുന്നത് വ്യത്യസ്തമാണ് അല്ലേ? ഇത് ചന്ദ്രൻ്റെ ആക്ച്വൽ അല്ലേ സൈസും ഒന്നുമല്ല, നമ്മുടെ പ്രകാശത്തിൻ്റെ ശക്തിയും ഒന്നും നമ്മൾ കാണുന്നതല്ല ശരിയായിട്ടുള്ളതില്ലേ? നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് വ്യത്യസ്തമാണ്.
അതാണ് വൃത്തിക്ഷയം ഉണ്ടാക്കുന്നത്. ചന്ദ്രൻ്റെ പരിക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കാണാൻ കാരണം അല്ലേ. നമ്മൾ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഭൂമിയിലുള്ള ആളുകൾ കാണുന്നത് അല്ലേ. അത് ചന്ദ്രൻ്റെ പരിക്രമണം അല്ലെ പരിക്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കാണാൻ കാരണം അല്ലേ. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസം മൂലം അല്ലേ. പ്രകാശിക്കുന്ന ഭാഗവും ആ നിഴൽ ഭാഗവും എല്ലാം നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് വ്യത്യാസമാണ്. ആ വ്യത്യാസം മൂലമാണ് വൃത്തിക്ഷയം ഉണ്ടാകുന്നത്. സി ക്വസ്റ്റ്യൻ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. കാരണം എന്ത്? പരിക്രമണവും ഭ്രമണവും ഒരേ സമയം നടക്കുന്നതിനാലാണ് ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അല്ലേ. ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ കാണുന്നതൊന്നുമല്ല. ചന്ദ്രൻ്റെ സൂര്യൻ്റെ സൈസും ഒന്നും നമ്മൾ കാണുന്നതല്ല. ഭൂമിയിൽ നിന്ന് കാണുന്നത് വ്യത്യസ്തമാണ് അല്ലേ. അതിനൊക്കെ കാരണം എന്താണില്ലേ? ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ഭൂമിയിലുള്ളവരില്ല അഭിമുഖമായി കാണുന്നതില്ല. അത് മാത്രം കാണാൻ കാരണം എന്താണ്? പരിക്രമണവും ഭ്രമണവും ഒരേ സമയം നടക്കുമ്പോഴാണ് നമ്മൾ ആ പകുതി ഭാഗം മാത്രം കാണാൻ കാരണം അല്ലേ. പരിക്രമണവും ഭ്രമണവും ഒരേ സമയം നടക്കുന്നത് കൊണ്ടാണ് ആ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ കാണാൻ കാരണം. ഇത്രയും ചോദ്യങ്ങളാണ് 2025 മാർച്ചിൽ ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നും ചോദിച്ചത്. ഇനിയും സ്കൂളുകളിൽ എക്സാം കഴിയാത്തവരുണ്ട്. അവർക്ക് എന്താണ് ഏകദേശം ഇതേ മോഡൽ ഇതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കൽ. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ വേറെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുക. അതുപോലെ പാഠഭാഗങ്ങളും പഠിക്കുക. ഇത് തന്നെ ആയിരിക്കും വരിക എന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ക്ലാസ് 7 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മാത്സ് ഗണിതത്തിൻ്റെ ഓരോ ചാപ്റ്റേഴ്സും പാഠഭാഗങ്ങളും ലഭിക്കുന്നതാണ്. അതുപോലെ ക്ലാസ് 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലഭിക്കുന്നതാണ്.